നടന്ന ദിവസം വീട്ടിൽ ചെന്നിരുന്നു, അതോ പിറ്റേ ദിവസമാണോ? ഈ മരണം നടന്നത് 2021 ജനുവരി 30-നാണ്. അന്ന് ജൂൺ 30-ന് അന്ന് വൈകുന്നേരമാണിത്. ഒരു 174 കേസായിരുന്നു. അന്ന് ഈ കുട്ടിയെ വൈകിട്ട് സംഭവിച്ചതിന് ആശുപത്രി കൊണ്ടുപോയിരുന്നു. അന്ന് തന്നെ ഈ സംഭവം നടന്ന ഈ ക്വാർട്ടേഴ്സിലെത്തി അത് ബന്ദോബസ്ത് ചെയ്തതാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ഇൻക്വസ്റ്റ് നടത്തി മറ്റ് മഹസർ തയ്യാറാക്കിയതും മറ്റ് ഇൻവെസ്റ്റിഗേഷന് അപ്പം തന്നെ ആരംഭിച്ചതാണ്. സയൻറ്റിഫിക് ഓഫീസർ, വിരലടയാള വിദഗ്ധർ, ഫോട്ടോഗ്രാഫർ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഇതിൻ്റെ ഇൻക്വസ്റ്റ് സമയം മുതൽ സ്ഥലത്തുണ്ട്. സീൽ ചെയ്തതാണ്. നമ്മൾ ഈ ബ്ലഡൊക്കെ സീൽ ചെയ്ത് തരുന്നത് അവർ സയൻറ്റിഫിക് ഓഫീസറാണ് ഈ കുട്ടിയുടെ ബ്ലഡ് ഇത് സീൽ ചെയ്ത് തരുന്നത് അവിടെ. പിന്നെ ഈ പ്ലേസ് ഓഫ് ഒക്കറൻസിൻ്റെ വേറെ ബ്ലഡൊന്നും ഇല്ലായിരുന്നു. അത് അവിടെ നിന്ന് പോലീസിനെ അവിടെ നിന്ന് സീൽ ചെയ്തെടുക്കേണ്ട. കുട്ടിയുടെ ബ്ലഡെല്ലാം എടുത്ത് തന്നത് സയൻറ്റിഫിക് ഓഫീസറാണ്. അവർ തന്നെ സീൽ ചെയ്ത് നമുക്ക് പാക്ക് ചെയ്ത് തരിക ചെയ്തു. 100% പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനകത്തൊരു യാതൊരു വീഴ്ചയും ഉണ്ടായതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ ഇന്ന് 100% എൻ്റെ അന്വേഷണത്തിൽ പ്രതി അത് തന്നെയാണ്. ഗുരുതരമായ വീഴ്ച അന്വേഷണത്തിൽ വരുത്തിയെന്ന് കോടതിയുടെ വിധിന്യായത്തിൽ തന്നെ വിമർശനമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴും സ്വന്തം നിലപാട് ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. എല്ലാ രീതിയിലും കുറ്റമറ്റ അന്വേഷണമാണ് നടത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോവുകയായിരുന്നു. ഈ സംഭവം അറിഞ്ഞപ്പോൾ തൊട്ടു പിന്നാലെ ക്വാർട്ടേഴ്സ് സീൽ ചെയ്തതാണ്. പിന്നീടാണ് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നത് എന്നാണ് പറയുന്നത്. അന്നേ ദിവസം തന്നെ അവിടെ എത്തി ഇതിനു വേണ്ട പരിശോധനകൾ നടത്തിയില്ല എന്ന വിമർശനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഈ കാര്യത്തിലുള്ള വിശ്വാസ്യതയടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിധിന്യായമാണ് വന്നത്. ഇപ്പോഴും ഉദ്യോഗസ്ഥൻ അത് ന്യായീകരിക്കുകയാണ്. ക്വാർട്ടർ സീൽ ചെയ്തു, പിന്നീടാണ് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നത്. സയന്റിഫിക് ഓഫീസർമാരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. വിചിത്രമായ ഒരു കാര്യം കൂടി ഉദ്യോഗസ്ഥൻ പറയുന്നു, പ്ലേസ് ഓഫ് ഒക്കറൻസിൽ കുട്ടിയുടെ രക്തക്കറ ഉണ്ടായിരുന്നില്ല എന്ന്.